ഹായ്, നമുക്കിന്ന് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളെയും വ്യഞ്ജനാക്ഷരങ്ങളെയും കുറിച്ച് പഠിക്കാം അല്ലേ? എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എങ്ങനെ വന്നെന്നും അത് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുമെന്നും, സ്വരാക്ഷരങ്ങൾ മാത്രമായിട്ടാണോ എഴുതുന്നത് അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങളും എഴുതുന്നുണ്ടോ, എങ്ങനെ അത് ഉപയോഗിച്ച് സംസാരിക്കാം, എങ്ങനെ അത് ഉപയോഗിച്ച് എഴുതാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം നമ്മളെല്ലാവരും ഓരോ ഭാഷകൾ സംസാരിക്കും അല്ലേ? ഓരോ രാജ്യത്തും ഓരോ ഭാഷയായിരിക്കും. നമ്മളെ ഇന്ത്യയിൽ തന്നെ ഓരോ സ്ഥലത്തും ഓരോ ഭാഷയായിരിക്കും ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഷകൾ ആദ്യം വരുന്നത്, ഭാഷകൾ വന്നതിന് ശേഷം കുറേ കാലത്തിന് ശേഷമാണ് നമുക്ക് ലിപികൾ വരുന്നത്, അക്ഷരങ്ങൾ വരുന്നത്. അപ്പം ഈ ഭാഷയിലെ ഈ ഭാഷകൾ എങ്ങനെയാണോ അത് നമുക്ക് എഴുതാനും വായിക്കാനും പറ്റുന്നത്, സംസാരിക്കുന്ന പോലെ തന്നെ അത് എങ്ങനെ എഴുതാനും വായിക്കാനും പറ്റുന്നതെന്ന് നമ്മൾ നോക്കാം. ഭാഷകളെ അക്ഷരങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് സെറ്റായി ഒരു പട്ടികയായി രൂപീകരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ അക്ഷരമാല എന്ന് പറയുന്നത്. അതായത് ഒരേപോലെയുള്ള അക്ഷരങ്ങളെ, അതായത് ഭാഷയിലെ എങ്ങനെ സംസാരിക്കണം അതിനുള്ള ലിപികളെ ഒരു പട്ടിക രീതിയിൽ ക്രോഡീകരിച്ചിരിക്കും. ആ ക്രോഡീകരിച്ചിരിക്കുന്ന പട്ടികയാണ് നമ്മൾ പറയുന്ന അക്ഷരമാല എന്ന്. അപ്പോൾ അക്ഷരമാല ആദ്യം ഭാഷ വന്നതിന് ശേഷം കുറേ കാലശേഷം കഴിഞ്ഞതിന് ശേഷമാണ് അക്ഷരങ്ങൾ വരുന്നത്, രൂപീകരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരം എന്താണെന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ സ്വരാക്ഷരത്തിൽ ഫസ്റ്റ് വരുന്നത് ആ എന്ന അക്ഷരമാണ്. ആ. സ്വരാക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരം ആ എന്ന അക്ഷരം. രണ്ടാമത്തേത് ആ, അത് നീട്ടിയാണ് വായിക്കുന്നത്. ആ ആ. അടുത്ത അക്ഷരം ഇ. ആ ആ ഇ. അടുത്തത് ഈ. അടുത്ത അക്ഷരം ഉ ഊ. അപ്പോൾ ആ ആ ഇ ഈ ഉ ഊ. അങ്ങനെ ആ ആ ഇ ഈ ഉ ഊ കഴിഞ്ഞതിന് ശേഷം ഋ എന്നുള്ള അക്ഷരം. അതിനുശേഷം എ. വീണ്ടും ഏ. ഓക്കെ, ശരി. ഒന്നുകൂടി വായിക്കുകയാണ് സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന്. ആദ്യം ആ വരുന്നു, പിന്നെ ആ ഇ ഈ ഉ ഊ ഋ എ ഏ. അടുത്ത അക്ഷരം ഏതാണ്? അപ്പം ആ ആ ഇ ഈ ഉ ഊ ഋ എ ഏ. അടുത്ത ലെറ്റർ എന്താണ് വരുന്നത്? ഐ. ഐ. ആ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ. ഓ ഓ ഔ അം ആ. ഇപ്പൊ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ആ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഓ ഓ ഔ അം ആ. ഇതാണ് സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരം എത്ര എണ്ണങ്ങളുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 സ്വരാക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഈ സ്വരാക്ഷരങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാൻ നോക്കാം. ഏതൊക്കെ വാക്കുകളാണ് ഈ സ്വരാക്ഷരങ്ങളിൽ വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, റെഡി? ആ വെച്ചിട്ട് രണ്ട് വാക്കുകൾ ഏതൊക്കെയാണ്? ആ വെച്ചിട്ട് വരുന്ന രണ്ട് വാക്കുകൾ. ഒന്ന് അമ്മ, അടുത്തത് എന്തായിരിക്കും? അടുത്തത് അരി. അപ്പോൾ ആ വെച്ചിട്ടുള്ള രണ്ട് വാക്കുകൾ, ഒന്ന് അമ്മാന്നും ഒന്ന് അരിയെന്നും. അടുത്തത് ആ വെച്ചിട്ടുള്ള രണ്ട് വാക്കുകൾ എന്തായിരിക്കും? ആന. അടുത്തത് ആമ. ഓക്കെ, അപ്പോൾ ആ വെച്ചിട്ട് രണ്ട് വാക്കുകൾ അമ്മ, അരി. ആ വെച്ചിട്ടുള്ള രണ്ട് വാക്കുകൾ ആന, ആമ. അടുത്തത് ഈ.
ഈ വെച്ചിട്ടുള്ള രണ്ട് വാക്കുകൾ ഏതൊക്കെയായിരിക്കും? ഈ വെച്ചിട്ട് ഇല, ഇമ. ഇല, ഇമ. ഈ വെച്ചിട്ട് രണ്ട് വാക്കുകൾ ഇല, ഇമ. അടുത്തത് ഏതാണ് അക്ഷരം വരുന്നത്? ഈ. ഇത് ഈ, ഇത് ഈ. ഈ വെച്ചിട്ടുള്ള വരുന്നത് വാക്കാണ് ഈണം. അടുത്തത് ഈറ്റ. ഒന്നുകൂടി ഈച്ച. നമ്മൾ കോമൺ ആയി കാണാറില്ലേ ഈച്ചനെ? അതാണ് ഈച്ച. ഈച്ചയ്ക്ക് ഈ ആണ് ഉപയോഗിക്കാറ്. ഈച്ച. ഓക്കെ, മനസ്സിലായോ? അടുത്ത അക്ഷരം ഊ വെച്ചിട്ട്. ഊ. ഊ വെച്ചിട്ട് ഏതൊക്കെ വാക്കുകളാണ് വരുന്നത്? നിങ്ങൾക്കറിയാൻ പറ്റുമോ? ഏതൊക്കെ വാക്കുകളായിരിക്കും വരുന്നുണ്ടാവുക ഊ വെച്ചിട്ട്? ഊ വെച്ചിട്ട് ഉറി. പിന്നെയോ? പിന്നെ ഏത് വാക്കാണ് ഉണ്ടാവുക? ഊ വെച്ചിട്ട് ഉമ. അപ്പോൾ ഊ വെച്ചിട്ട് ഉറി, ഉമ. നെക്സ്റ്റ് എന്താ വരുന്നത്? ഊ. അപ്പം ഇത് വെറും ഊന്ന് മാത്രമേ ഉച്ചരിക്കുള്ളൂ. ഇതെന്തായിരിക്കും? ഊ എന്ന്. അപ്പോൾ ഊ വെച്ചിട്ട് ഊതി. ഈ തീയെല്ലാം ഊതുമല്ലേ, അതുപോലെ ഊതി. നെക്സ്റ്റ് ഊൺ. ഊൺ. അപ്പോൾ ഊ വെച്ചിട്ട് ഊതി, ഊൺ. അടുത്തത് ഋ. ഋ വെച്ചിട്ടുള്ള വാക്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഋ വെച്ചിട്ട് കൃഷി, കൃഷി. അടുത്ത വാക്ക് ഋഷഭം. ഋ വെച്ചിട്ട് എന്താണ്? കൃഷി, ഋഷഭം. അടുത്ത എന്താ വരുന്നത്? ഊ, ഊ, ഋ. അടുത്ത അക്ഷരം എന്താ വരുന്നത്? എ. എ വെച്ചിട്ട് എന്തൊക്കെ വാക്കുകൾ? നമുക്ക് എളുപ്പം പറയാൻ പറ്റുന്ന കുറേ വാക്കുകളുണ്ടല്ലോ. ഓർക്കുണ്ടോ? ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇപ്പം എ വെച്ചിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയായിരിക്കും? എലി. പിന്നെന്താ വരുന്നത്? എരുമ. അപ്പം എ വെച്ചിട്ട് എലി, എരുമ. അടുത്ത എന്താ വരുന്നത്? എ. എ വെച്ചിട്ട് ഏണി, ഏലം. ഓക്കെ, അപ്പോൾ ഊ വെച്ചിട്ട് ഉറി, ഉമ. ഊ വെച്ചിട്ട് ഊതി, ഊൺ. കൃഷി, ഋഷഭം. എലി, എരുമ. ഏണി, ഏലം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാം. അടുത്ത അക്ഷരം എന്താ വരുന്നത്? എ കഴിഞ്ഞിട്ട് ഐ. ഐ. എ കഴിഞ്ഞിട്ട് ഐ ആണ് അടുത്ത അക്ഷരം വരുന്നത്. അപ്പം അടുത്ത ഐ അക്ഷരം വെച്ചിട്ട് എന്താണ് നമ്മൾ പഠിക്കുക? ഐ വെച്ചിട്ട് ഐരാവതം. ഐരാവതം. ഐ വെച്ചിട്ട് ഐരാവതം പഠിക്കാം. പിന്നെന്താ? ഐക്യം. ഓക്കെ, അപ്പോൾ ഐ വെച്ചിട്ട് രണ്ട് വാക്കുകൾ ഐരാവതം, ഐക്യം. അടുത്ത വാക്ക് എന്താ വരുന്നത്? അടുത്ത ലെറ്റർ എന്താ വരുന്നത്? എ, ഐ, ഒ. ഓ എന്ന ഒരു എന്താ ഓ എന്ന വാക്കിൽ വരുന്നത്? ഓ എന്ന വാക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് വാക്കാണ് ഉണ്ടാവുക? ഒട്ടകം. ഒട്ടകം, ഒരുമ.
അപ്പം ഓ വെച്ചിട്ട് ഒട്ടകം ഒരുമ. ഓ കഴിഞ്ഞാൽ അടുത്ത എന്താ വരുന്നത്? ഓ. അപ്പം ഓ നീട്ടണമെങ്കിൽ ഇങ്ങനൊരു ദീർഘം വരുന്നുണ്ട് അല്ലേ? അപ്പം ഐ ഓ ഓ. അപ്പോൾ ഓ വെച്ചിട്ട് എന്താ വരുന്നത്? ഓല. അപ്പം ഓ വെച്ചിട്ടുള്ളൊരു വാക്കാണ് ഓല. അടുത്ത വാക്ക് എന്താ ഓ വെച്ചിട്ട്? ഓണം. അപ്പോൾ ഓ വെച്ചിട്ട് ഒട്ടകം ഒരുമ, ഓ വെച്ചിട്ട് ഓല, ഓണം. അടുത്ത ഏതായിരിക്കും? ഐ ഓ ഓ. നെക്സ്റ്റ് ഔ. ഈ ചിഹ്നത്തിൽ മാറ്റം വന്നു കണ്ടോ? ഓ എന്ന് പറഞ്ഞപ്പോൾ ദീർഘം വന്നു, ഔ എന്ന് പറഞ്ഞപ്പോൾ ഔവിൻ്റെ ചിഹ്നം വന്നു. അപ്പോൾ ഔ വെച്ചിട്ട് എന്താണ് ഒരു വാക്ക് വരുന്നത്? ഔഷധം. ഔഷധം. അപ്പം ഐ ഐരാവതം, ഐക്യം, ഓ ഒട്ടകം ഒരുമ, ഓ ഓല ഓണം, ഔ ഔഷധം. ഓക്കെ.